തൊടുപുഴയിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമായ ന്യൂമാൻ കോളേജ് കേണൽ ജോൺ ഹെൻറി ന്യൂമാൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട കോളേജാണ്. കേണൽ ജോൺ ഹെൻറി ന്യൂമാൻ വേദപാരംഗതനായി കത്തോലിക്ക സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം തൊടുപുഴയിലെ ന്യൂമാൻ കോളേജ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭൂതിയാണ് നൽകുക. കാരണം 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് തലവനായി നിന്നുകൊണ്ട് ഒരു ചിന്തകൻ, ഒരു കവി, ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന കേണൽ ന്യൂമാൻ കത്തോലിക്ക സഭയിൽ അംഗമാവുകയും ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യക്തമായൊരു ദിശാബോധം നൽകുകയും ചെയ്തുകൊണ്ട് ജ്ഞാനോൽപാദന മേഖലയിൽ, ബൗദ്ധിക മേഖലയിൽ വ്യതിരിക്തമായൊരു സംഭാവനയും വ്യത്യസ്തമായ ഇടപെടലും നടത്തിയ വലിയ ഒരു ചിന്തകനാണ്, വലിയ ഒരു അറിവിൻ്റെ നിദാനമായ വ്യക്തിയാണ്. അദ്ദേഹത്തെ വേദപാരംഗതനാക്കിയപ്പോൾ ന്യൂമാൻ കോളേജ് സന്തോഷിക്കുന്നത് ഇന്ത്യയിൽ 52,000 കോളേജുകളിൽ ഏറ്റവും തലയെടുപ്പുള്ള 5-10 കോളേജുകളൊന്നായി തൊടുപുഴയിലെ ന്യൂമാൻ കോളേജ് നാക് അക്രഡിറ്റേഷനിൽ A++ കിട്ടി 3.71 വാങ്ങി ഉയർന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മളേറെ സന്തോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേണൽ ന്യൂമാൻ ബൗദ്ധിക മികവിൻ്റെയും അക്കാഡമിക് എക്സലൻസിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് അതിൻ്റെ ഒരു 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 പര്യായമായി നിലകൊള്ളുന്നുള്ളതാണ്. തൊടുപുഴ പോലുള്ള ഒരു ടൗണിൽ അതിൻ്റെ ഏറെയും വിദ്യാർത്ഥികൾ വരുന്നത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആദ്യത്തെ 5-6 കോളേജുകളിൽ ഒരു സ്ഥാനം കിട്ടത്തക്ക വിധത്തിൽ വളർച്ച കിട്ടിയത് ഈ കേണൽ ന്യൂമാൻ്റെ ദർശനത്തിന് ചേർന്ന വിധത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ കോളേജ് പങ്കുചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വലിയ തിയോളജിയനും വലിയൊരു ചിന്തകനും വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യതിരിക്തമായ ബൗദ്ധിക പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് ആത്മീയ മേഖലയിലും ദൈവശാസ്ത്ര മേഖലയിലും വേറിട്ട ഒരു പാത കാണിച്ചു തന്ന കേണൽ ന്യൂമാൻ ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കാനും അറിവിൻ്റെ പുതുമ തേടി ജ്ഞാനകുതൂഹലത്തോടു കൂടി മുന്നേറുമ്പോൾ വ്യതിരിക്തമായ കണ്ടുപിടുത്തങ്ങളും ദിശകളും സ്വന്തമാക്കാനായിട്ട് ഈ കോളേജിനെ പ്രാപ്തമാക്കുന്ന വിധത്തിൽ മധ്യസ്ഥൻ ഈ കേണൽ ന്യൂമാൻ ഈ കോളേജിന് മധ്യസ്ഥം വഹിച്ചു, ഈ കോളേജിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നിസ്തർക്കം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേ ഉയർത്തിപ്പിടിച്ച ബൗദ്ധിക നിലവാരത്തിൽ ചേർന്ന വിധത്തിൽ ഈ കോളേജ് ബൗദ്ധികമായി ഉയർന്നു നിൽക്കുകയും അക്കാഡമിക് തലത്തിൽ തലയെടുപ്പോടെ നിൽക്കുകയും ചെയ്യുന്നത് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ, ഈ വിശുദ്ധൻ്റെ ആത്മീയ ഇടപെടലിലൊക്കെ കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂമാൻ കോളേജിൻ്റെ ബൗദ്ധിക നിലവാരത്തിന് നിദാനമായി നിൽക്കുന്ന കേണൽ ഹെൻറി ന്യൂമാൻ വേദപാരംഗതനായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമുക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണ്, സന്തോഷ നിമിഷമാണ്. എല്ലാ ന്യൂമാനൈറ്റ്സിനും ഇത് ആഹ്ലാദിക്കുള്ള അവസരമാണ്. നമുക്കിവിടെ സ്വർഗീയ മധ്യസ്ഥൻ ആഗോള തലത്തിൽ, അറിവിൻ്റെ തലത്തിൽ, ആത്മീയ അറിവിൻ്റെ തലത്തിലും ദൈവശാസ്ത്ര തലത്തിലുമെല്ലാം
ഏറ്റവും മികച്ച പണ്ഡിതനായി വേദപാരംഗതനായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് നമ്മുടെ അഭിമാനത്തിൻ്റെ അളവും അതിൻ്റെ നിലവാരവും ഉയർത്തുന്നതാണ്. ഇത്രയും വലിയ ഒരു 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 സ്ഥാനലബ്ധിയിൽ ഈ പേര് എത്തിച്ചേർന്നത് നമുക്കെല്ലാം അഭിമാനവും സന്തോഷം നൽകുന്നുണ്ട്. ഇത് നമ്മൾ ആ നിലവാരത്തിനൊത്ത വിധം നമുക്കും കുതിക്കാം. അത് ചേർന്ന ഒരു പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പൾമാരും അധ്യാപകരും വിദ്യാർത്ഥി സമൂഹവും PTA-യും നമുക്കുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു ജനവിഭാഗം നമ്മുടെ രൂപതയുടെ അധ്യക്ഷ അഭിനന്ദമാർ ജോർജ് മടത്തിക്കണ്ണൻ പിതാവും രൂപത കുടുംബവും ഇവിടുത്തെ പൊതുസമൂഹവും നമ്മുടെ നാടിൻ്റെ പ്രിയങ്കനായ MLA ശ്രീ PJ ജോസഫ് സാർ MLA അത് ഉൾപ്പെടെ ഈ നാടിനെ ഹൃദയത്തിലേറ്റുന്ന എല്ലാവരും ഈ കോളേജിൻ്റെ വളർച്ചയ്ക്ക്, ഈ കോളേജിൻ്റെ ഉയർച്ചയ്ക്കായി കഠിനാധ്വാനം യജ്ഞം നടത്തുകയും ഈ കോളേജ് നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും ഈ വിശുദ്ധൻ്റെ വളർച്ചയോടൊപ്പം ബൗദ്ധിക തലത്തിൽ, അക്കാഡമിക് തലത്തിൽ ഇദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു പ്രത്യേകമായ വേദപാരംഗ പദവി ഈ കോളേജിൻ്റെ കൂടി ഒരു അഭിമാനത്തിന്, ഈ കോളേജിൻ്റെയും കൂടി ഒരു സ്വകാര്യ അഹങ്കാരത്തിന് കാരണമാക്കി തീർക്കാനായിട്ട് എല്ലാവരും കാരണമായിട്ടുണ്ട്. അവരോടെല്ലാം അഭിനന്ദനങ്ങളും അവരെല്ലാം നന്ദിയും കടപ്പാടും നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഈ സന്തോഷകര നിമിഷത്തിൽ നമ്മളെല്ലാം നിലകൊള്ളുന്നത്. ദൈവം ഈ കോളേജിനെ ഉയർത്താനായിട്ട് അതിന് നിമിത്തമാകുന്ന എല്ലാവരെയും ആശീർവദിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ജോൺ ഹെൻറി ന്യൂമാൻ കർദിനാള്, വിശുദ്ധൻ, വേദപാരംഗതൻ, ഈ കോളേജിന് മേലെ എന്നും തമ്പുരാൻ്റെ കാരുണ്യവും കൃപയും അനുഗ്രഹവും വർഷിക്കാൻ വേണ്ടി ദൈവസമക്ഷം മധ്യസ്ഥം വഹിക്കട്ടെ. ആ മധ്യസ്ഥതയാൽ ഈ കോളേജ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അങ്ങനെ ഒത്തിരി പേർ കുളിർമയുടെയും ആശ്വാസത്തിൻ്റെയും ഒത്തിരി പേർ കരുതലിൻ്റെയും ഒരു തണലേക്കൊണ്ട് ഈ കോളേജ് ബൗദ്ധിക തലത്തിലും അറിവിൻ്റെ തലത്തിലും അറിവ് പ്രസരണ തലത്തിലും കുട്ടികൾ രൂപീകരണ തലത്തിലുമെല്ലാം നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മകളും കൂടി ആശംസിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.